സർ നമസ്കാരം. നമസ്കാരം. മാലദ്വീപിന്റെ വിഷയങ്ങളെല്ലാം നമുക്കറിയാലോ. ഈ ചൈന എന്ന് പറയുന്ന രാജ്യം ഡെറ്റ് ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ച ഒരു രാജ്യമാണ് മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യം. പക്ഷെ മാലദ്വീപ് ചൈനയെ വിശ്വസിച്ച് ഇന്ത്യക്കെതിരെ ഒരുപാട് പ്രസ്താവനകൾ ഇറക്കി. മാലദ്വീപിലെ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്കെതിരെ വരെ പ്രസ്താവനകൾ ഇറക്കി. അവസാനം ലക്ഷദ്വീപിലുള്ള ജനങ്ങൾ അവർക്കൊരു വൃത്തിയില്ല എന്ന് പറഞ്ഞു. ഇന്ത്യക്കാർ മുഴുവൻ വൃത്തിയില്ലാത്തവരാണെന്ന് പറഞ്ഞു. അപ്പോഴും അവർ ഓർത്തില്ല, സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് തങ്ങൾ സ്വപ്നത്തിൽ പോലും ഒരു എതിരാളിയല്ല എന്ന് അവർ ഓർത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ വന്ന ഒരു കസേര വലിച്ചിട്ടതോടുകൂടി മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി താഴേക്ക് പോകുന്ന കാഴ്ചയാണ് സാധിച്ചത്, കാണാനായിട്ട് നമുക്ക് സാധിച്ചത്. അതായത് മോദി ഒന്നും ചെയ്യേണ്ട, ലക്ഷദ്വീപിൽ വന്ന് 4 നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, മാലദ്വീപ് ഇടിഞ്ഞു താഴ്ന്നു ആണ് നമ്മൾ കണ്ടത്. അതിനുശേഷവും മാലദ്വീപ് പ്രകോപനം തുടർന്നുകൊണ്ടേ. സാറിനറിയാമല്ലോ, നമ്മുടെ കുറച്ച് പട്ടാളക്കാർ അവിടെ ഉണ്ട്. ആ പട്ടാളക്കാർ യഥാർത്ഥത്തിലും മാലദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നമ്മളൊരു ഹെലികോപ്റ്റർ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഹെലികോപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഹെലികോപ്റ്ററിന്റെ പരിശീലനത്തിനൊക്കെ വേണ്ടി ആ പട്ടാളക്കാരെ അവിടേക്ക് നിയോഗിച്ചതാണ്. പോരാത്തതിന് മാലദ്വീപിലുള്ള ജനങ്ങൾ ചികിത്സയ്ക്കായിട്ട് വരുന്നത് ഇന്ത്യയിലാണ്. മാലദ്വീപിലെ ജനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ധാരാളം ഫുഡ് പ്രോഡക്ട്സ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അരി, പൊരി, ശർക്കര, ഉണ്ട എല്ലാം പോകുന്നുണ്ട്. നമ്മുടെ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മാലദ്വീപിന്റെ വലിയൊരു സമ്പദ് വ്യവസ്ഥ ചലിക്കുന്നത് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈ പ്രശ്നം വന്ന ശേഷം ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ടൂറിസ്റ്റുകൾ പോകാതായി, മാലദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ഇടിഞ്ഞു. അവസാനം മാലദ്വീപ് ചൈനയിൽ നിന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് ശ്രമിച്ചു, അതും നടന്നില്ല. അവസാനം ചൈന അവർക്ക് കൊടുത്തിരിക്കുന്ന ഇത്ര ബില്യൺ ഡോളർ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ചൈന, സാറിന് അറിയാമല്ലോ, ചൈന ഇപ്പൊ സകല രാജ്യങ്ങളെയും ഡെറ്റ് ട്രാപ്പിൽ പെടുത്തി ചൈന ഇപ്പം മുടിഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ ചെറിയ രാജ്യങ്ങളെ കടക്കിണിപ്പെടുത്തുന്നത് പോലെയല്ല ഈ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളെ കടക്കിണിപ്പെടുത്തുന്നത്. സാറിന് അറിയാലോ. അപ്പൊ ബംഗ്ലാദേശ് ചൈന എന്താ തൊടാത്തത്? ആ 21 കോടി ജനവും ചൈനയുടെ മണ്ടയിലാവുമെന്ന് ചൈനയ്ക്ക് അറിയാം. പക്ഷെ പാകിസ്ഥാനിൽ ചൈന ഒന്ന് പോയി കൈവച്ചിട്ട് അവസാനം പാകിസ്ഥാനിലെ ജനങ്ങളെ മുഴുവൻ പ്രൊട്ടക്ഷനും, നമ്മുടെ ഈ CID മൂസ സിനിമയിൽ ക്യാപ്റ്റൻ രാജു പറയുന്നത് പോലെ, ഇതാ എന്റെ കംപ്ലീറ്റ് ആധാരവും ബാധ്യതകളുടെ ലിസ്റ്റും എന്ന് പറയുന്നത് പോലെ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെയുള്ള 33 കോടി ജനങ്ങളുടെ ബാധ്യതകളുടെ ലിസ്റ്റ് കൊടുത്ത് ചൈനയുടെ വണ്ടയ്ക്ക് വെച്ച് കൊടുത്തു. ഇപ്പൊ ചൈന അവിടെ നിന്ന് തലയുരാൻ വയ്യാത്ത നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് കറാച്ചി പോർട്ട് വേണം. പക്ഷെ അതത്ര എളുപ്പമൊന്നുമല്ല, അത് കൊടുക്കാനും പോകുന്നില്ല പാകിസ്ഥാൻ ആണെങ്കിൽ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്ത ഇത്ര ബില്യൺ ഡോളറിന്റെ കുഴിച്ചാൽ എണ്ണ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിന് പുതിയ പ്രചാരണമൊക്കെ അവിടെ നടന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയും കടക്കണിയിലോട്ട് പോവുകയാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് പോവുകയാണ്. അപ്പൊ ചൈന മുയ്സുവിന്റെ അടുത്ത് തങ്ങൾ കൊടുത്ത പൈസ ഇപ്പൊ നമുക്ക് തിരിച്ചു വേണം. ചൈന അവിടെ പാലമൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട്. 2 ദ്വീപുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്ന പാലമൊക്കെ മാലദ്വീപിൽ പണിത് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി മാലദ്വീപിന് മനസ്സിലായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാല് പിടിച്ചു തുടങ്ങി. അന്ന് പിടിച്ച കാല് ഇന്നും വിട്ടിട്ടില്ല അയാൾ. ഇന്നും നമ്മളിപ്പോ പറയുന്ന ആ പ്രസന്റ് മൊമെന്റിൽ പോലും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കാല് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അയാൾ അവിടെ ഡൽഹിയിൽ. എന്താണ് സാർ ഇതിൽ തോന്നുന്നത്? ഇത് മാലദ്വീപിന് ബേസിക്കലി കാശ് വേണം, വേറെ ഒന്നല്ല. അവർക്ക് 3.3 ബില്യൺ ഡോളേഴ്സാണ് ഈ ക്വാർട്ടറിൽ ഈ 3 മാസത്തിൽ അവർക്ക് കടം ഉള്ളത്, കൊടുക്കാനുള്ള കടം 3.3 ബില്യൺ ഡോളർ. അത് കൊടുത്തു തീർക്കണമെങ്കിൽ അവരുടെ GDP-യുടെ 45%. അപ്പോൾ ആലോചിക്കുക, അവരുടെ മൊത്തം GDP-യുടെ 45% വെറും ഈ 3 മാസത്തിൽ പകുതി കാശ് അതിൽ നിന്ന് പോകേണ്ടവർ. അതിൻ്റെ അർത്ഥം മൊത്തം അടുത്തൊരു 6 മാസം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മാലദ്വീപിൻ്റെ അടുത്ത് 10 പൈസ ഉണ്ടാവില്ല ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട്. അപ്പോൾ മാലദ്വീപ് ആദ്യം പോയത് IMF-ന്റെ അടുത്താണ്. അപ്പോൾ IMF പറഞ്ഞു അവരെപ്പോഴും അങ്ങനെയാണ്, ഒരു കടം കൊടുക്കണ രാഷ്ട്രമാകുമ്പോൾ നമുക്ക് പണ്ട് നമ്മുടെ IMF-ന് ഇത് കാശ് വാങ്ങിച്ചിട്ട്, പണ്ട് ചന്ദ്രശേഖർ ഗവൺമെന്റ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മൾ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി വിറ്റിരുന്നു, ലണ്ടനിൽ കൊണ്ടുപോയി വിറ്റ് അതിനുള്ള ഈ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലെ ഗോൾഡ് ലോൺ മാതിരി കാശ് വാങ്ങിച്ച പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ പാകിസ്ഥാന്റെ കണ്ടീഷൻ ഉണ്ട്. പാകിസ്ഥാന്റെ അടുത്ത് അതാ പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ കാശ് തരാൻ നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ തിരിച്ചു തരുമെന്ന് നിങ്ങൾക്ക് സംശയമാണ്. അത് നിങ്ങളൊരു കാര്യം ചെയ്യും, സൗദി അറേബ്യയുടെ അടുത്തോ UAE-യുടെ അടുത്തോ പോയിട്ട് ഒരു സോവറിൻ ഗ്യാരണ്ടി തരാൻ പറയും. പാകിസ്ഥാൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ തരാം. അപ്പൊ ഈ പറഞ്ഞ മാതിരി ചൈനയാണ് പിന്നെ അടുത്ത ഏറ്റവും വലിയ കളി. ചൈന നമുക്ക് അറിയാവുന്ന കാലത്ത് ഒരു കറാച്ചി എയർപോർട്ടിൽ ഒരു ബോംബ് പൊട്ടി, ഒരു സൂയിസൈഡ് ബോംബർ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ഒരു 2-4 ചൈനക്കാർ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ചൈനയുടെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ്. അവർക്കൊരു സൗത്ത് ഏഷ്യയിൽ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇന്ത്യൻ ഓഷനിൽ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ചില ദ്വീപുകൾ വേണം. അത് അവർ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇന്തോനേഷ്യയുടെ സൈഡിൽ ഒരു ദ്വീപ് വിളിച്ചെടുത്തു. അതേമാതിരി മാൾഡീവ്സിന് ഇന്നിപ്പോൾ 2-3 കിട്ടിയാൽ നന്നായിരിക്കും. ശ്രീലങ്കയുടെ ഹംബപോട്ട പോർട്ട് അവരുടെ കയ്യിലാണ് കിടക്കുന്നത്.
ഉം. അപ്പൊ ഇങ്ങനെ കുറെ പരിപാടികൾ അവർ ചെയ്യും. അവരുടെ പോളിസി സിമ്പിൾ. നമ്മുടെ ഈ പണ്ടത്തെ ബ്ലേഡ് കമ്പനിമാരാണ്, കൊടുത്തിട്ട് മൂടിപ്പിക്കും മറ്റവന്. അവൻ തിരിച്ചടയ്ക്കാനുള്ള അതെ അതെ. കണ്ടീഷൻ തന്നെ ആയിരിക്കും, അത്ര കാശ കൊടുക്കുക അവർ. ഉം. അപ്പൊ ഉം. നമ്മളെപ്പോഴും ആൾക്കൊരു കടം കൊടുക്കുമ്പോൾ, ഏത് ബാങ്ക് ആയാലും ആൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ള കപ്പാസിറ്റി നോക്കും, എന്നിട്ടാണ് നമ്മൾ കടം ഉം. കൊടുക്കുക. അത് ഏത് ബാങ്കിന്റെ ഒരു ബേസിക് പോളിസിയാണ്. പക്ഷെ മാലദ്വീപ് അങ്ങനെയല്ല. മാലദ്വീപ് കുറെ ഉം. കടം വാങ്ങിച്ചു കൊടുക്കും. അതിൽ മുയ്സിന് തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ, ഇതിന് മുമ്പിലത്തെ ഉം. ഗവൺമെന്റ് ചെയ്ത പണിയാണ്. പക്ഷെ ഉം. അവർക്ക് ചെയ്യേണ്ടി വന്നു, അവർക്ക് അവരുടെ കാശില്ല. അപ്പൊ ഉം. കാശ് പലിശക്ക് എടുത്തിട്ട് തിരിച്ചടക്കുക. ഉം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ചില പയ്യന്മാരൊക്കെ, യങ്സ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന മാതിരിയാണ്. ഒരു ക്രെഡിറ്റ് കാർഡിന് കാശ് എടുത്ത് വേറൊരു ക്രെഡിറ്റ് കാർഡിലേക്ക് കൊടുത്ത് തീർക്കും. പിന്നെ ആ അതെ. ക്രെഡിറ്റ് കാർഡ് കമ്പനി മൂന്നാമത്തെ ക്രെഡിറ്റ് കാർഡ്, അവസാനം ഒരു ഡെഡ് ട്രാപ്പിലേക്ക് പെട്ടുപോകാൻ. ഈ കാശ് അവിടെ ഉം. നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ അവിടെ. ഈ മൈസൂരിന്റെ ഒരു കേസ് അങ്ങനെയാണ്. ലൂപ്പിലായി പോവും. അതന്നെ. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു പിരമിഡ് സ്കീമിൽ അവസാനം കൊളാപ്സ് ആവും. എവിടെയെങ്കിലും പോയ സ്ഥലത്ത് അവസാനം അവൻ തൂങ്ങിച്ചാവും. അതാണ് മൈസൂരിന്റെ ഉം. കണ്ടീഷൻ ഇപ്പോൾ. ഇപ്പൊ ഇന്ത്യയിലേക്ക് വരാൻ കാരണം ചൈനയുടെ അടുത്ത് പോയിരുന്നു. ചൈന പറഞ്ഞു ഞങ്ങൾ തരാം, ഉം. പക്ഷെ 8% ഇൻട്രസ്റ്റ് വേണം. പിന്നെ അതും അല്ലാണ്ട് 2-3 ദ്വീപുകൾ ഞങ്ങൾക്ക് വേണം. പക്ഷേ ഈ പ്രോബ്ലം ഉം. എന്താണെന്ന്, ചൈനയ്ക്ക് ഈ മാലദ്വീപിൽ ദ്വീപ് കിട്ടിയിട്ട് കാര്യമില്ല. കോറൽ ഉം. റീഫ്സാണ്, അവിടെ കുഴിക്കാനൊന്നും പറ്റില്ല. അവിടെ കപ്പൽ കൊണ്ടുപോയി തന്നെ ചിലപ്പോൾ ആ ദ്വീപ് കാണാണ്ടാവും. ചിലപ്പോൾ അത് പോയി ഇടിച്ചാൽ മതി, കപ്പൽ പോയി ഇടിച്ചാൽ മതി. കോറൽ ഉം. റീഫാണ്, നമ്മുടെ ആൻഡമാൻ മാതിരിയല്ല, ലക്ഷദ്വീപ് മാതിരിയാണ്. ലക്ഷദ്വീപും ഉം. മോൾഡീവ്സും, മിനിക്കോയ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. ആ മിനിക്കോയ് ഐലൻഡിലെ ഭാഷയാണ് മാലദ്വീപിലെ ഭാഷ. അപ്പൊ നമുക്ക് അതിന്റെ അത് കണക്ഷൻ ശരി. ഉണ്ട് അവിടുത്തെ. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ഭാരതത്തിനും മാൾഡീവ്സിനും പണ്ടത്തൊട്ട്. ഉം. അപ്പൊ ഈ ഒരു കണ്ടീഷനിലാണ് മുയ്സു ഇപ്പൊ ഇന്ത്യയിലെത്തി. എനിക്ക് സർപ്രൈസിങ്, യൂഷ്വലി ഇവരൊക്കെ വരുമ്പോൾ 1-2 ദിവസത്തിൽ തിരിച്ചു പോകും. 4 ദിവസത്തെ സ്റ്റേറ്റ് വിസിറ്റാണ്. അതിൽ ഇന്നലെ എത്തിയത് എങ്ങനെയാണ്? ഒരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ സിവിലിയൻ എയർക്രാഫ്റ്റ്. ഇന്ത്യൻ എയർഫോഴ്സ് എന്ത് ചെയ്യുന്നതാണ്, പണ്ട് എയർ ഇന്ത്യ കുറെ ഗവൺമെന്റ് കാശ് കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ ഗവൺമെന്റ് വന്ന്, ഉം. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ മൊത്തം കാശിനെ ടാറ്റ എടുത്ത് വന്നു ഒരു 3-4 എയർ ഇന്ത്യ എടുത്താ ഞങ്ങൾ ഉം. നടത്തിക്കോളാം. അങ്ങനെയാണ് അവർ 3-4 എയർ ഇന്ത്യ മാറ്റി. പക്ഷെ അതിന്റെ ടെയിൽ സൈൻ കണ്ടു കഴിഞ്ഞപ്പോൾ എയർ ഇന്ത്യയുടെ ടെയിൽ സൈൻ. അതേമാതിരി ഇഞ്ചിന്റെ മുകളിലുള്ള അതിന്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ എയർ ഇന്ത്യയുടെ ഉം. എയർക്രാഫ്റ്റ് ആണ്. പക്ഷെ അത് ഉം. എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് എന്നാണ്. അപ്പോൾ മൊയ്സൂരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് മാൾഡീവ്സിലേക്ക് വിട്ടത് ഇതേ എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആയിരുന്നു. പക്ഷെ സിവിലിയൻ എയർക്രാഫ്റ്റ് എന്ന് പറയും. മിലിറ്ററി ഉം. എയർക്രാഫ്റ്റ് പോയാൽ എനിക്ക് കുഴപ്പം വേണ്ടെന്ന് വെച്ചാൽ സിവിലിയൻ എയർക്രാഫ്റ്റ്. അപ്പൊ അതിന്റെ അർത്ഥം മാൾഡീവ്സിന്റെ പ്രസിഡന്റ് അടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ഒരു എയർക്രാഫ്റ്റ് ഇല്ല. ഉം. ആലോചിച്ചോക്ക് ധനുഷ്, ഒരു പ്ലെയിൻ ഇല്ല അവിടുന്ന് ഇങ്ങോട്ട് എത്താൻ. പിന്നെ ഒരു ഉം. ബോട്ടൊക്കെ പിടിച്ച് വന്നാൽ 2-3 ദിവസം പിടിക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പറ്റില്ല. ഉം. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇതിൽ തന്നെ വന്നു. അവസാനം വന്ന് ഇറങ്ങി ഇന്നലെ രാത്രി, ഇന്ന് കാലത്ത് രാഷ്ട്രപതി ഭവനിൽ ഒരു എന്താ റിസീവ് ഉണ്ടായിരുന്നു, ഫോർമൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു. രാജ്ഘാട്ടിൽ പോയി. പിന്നെ ഇപ്പോൾ ഹൈദരാബാദ് ഹൗസിൽ ഡിസ്കഷൻ നടന്നിട്ടിരിക്കുകയാണ്. ഈ ഹൈദരാബാദ് ഹൗസിലെ ഡിസ്കഷൻസ് ആയിരിക്കും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. ബിക്കോസ് മാലദ്വീപിന് ഇനിയൊരു $100 മില്യൺ കൂടി വേണം. 100 അവർക്ക് ആക്ച്വലി ഒരു 500 മില്യൺ വേണ്ട വരും. പക്ഷെ ഇന്ത്യ കൊടുക്കില്ല 500 മില്യൺ. ഓൾറെഡി ഉം. ജയശങ്കർ പോയിരുന്നു അവിടെ ഒരു കുറെ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യാൻ 2-3 മാസം മുമ്പ്. അതെ. അതിലൊരു 28 ഐലൻഡിലെ വെള്ളവും ഡ്രിങ്കിങ് വാട്ടറും സ്യൂവറേജ് പ്രൊഡക്റ്റാണ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ ഈ അതെ. ഈ അട്ടോൾസ്, ഈ ദ്വീപുകള് അവരെവിടെ കൊണ്ട് അടിക്കും ഡ്രെയിനേജ്? നമ്മുടെയൊക്കെ മാലിന്യം ബാലം അവിടെ എവിടെ കൊണ്ട് അടിച്ചിട്ട് അവസാനം തീ പിടിച്ചപ്പോഴല്ലേ കുഴപ്പമൊക്കെ ഉണ്ടായി നാട്ടില്. പക്ഷെ ഇവർക്ക് അതുമില്ല. ഇവർക്ക് ബ്രഹ്മപുരം. ലാൻഡ് ബ്രഹ്മപുരം, ഇവർക്ക് അതുമില്ല എവിടെയെങ്കിലും കൊണ്ടുപോയിടാൻ. അപ്പൊ ഇവര് എന്ത് ചെയ്യണം? ആ സ്യൂവറേജ് ഈ ഇവർ ടൂറിസ്റ്റ് ഈ വരുമ്പോൾ കടലിലോട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇവർക്കുള്ള ആകെ പോംവഴി എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യുക? പറ്റില്ല. ബിക്കോസ് കടലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അതേ കടലിലേക്കാണ് ഇവർ നീന്താൻ ഇറങ്ങുന്നത് അവിടെ വരുന്ന അതെ. ടൂറിസ്റ്റുകൾ. അപ്പൊ അത് പറ്റില്ല. അപ്പൊ അവർക്ക് നാളെ വല്ലതും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവരെ ചീത്ത പറയും. അപ്പൊ അതിന് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാൻ. അപ്പൊ അത് വേറെ വഴിയുണ്ട് അതിന് ചെയ്യാനുള്ളത്. അതേമാതിരി വെള്ളം വേണം. ഇവിടുന്ന് വെള്ളം കൊണ്ടുവരും. എത്രയോ കിലോമീറ്റർ ദൂരമാണ് കിടക്കുന്നത് മാൽഡീവ്. ഉം. അപ്പൊ അവിടെ ഡീസാലിനേഷൻ പ്ലാന്റ് സെറ്റപ്പ് ചെയ്തിട്ട് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കണം. ഉം. അതേ പ്രോബ്ലം നമ്മൾ ലക്ഷദ്വീപിൽ ഫേസ് ചെയ്യുന്നത്. അവിടെ പിന്നെ കുറച്ച് സ്ഥലത്ത് നല്ല വെള്ളം കിട്ടും. പക്ഷെ മിക്ക സ്ഥലത്തും ഇതേമാതിരി ആൻഡമാനിലും ഡീസാലിനേഷൻ പ്ലാന്റ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടാണ് കുറെ നടത്തിക്കൊണ്ട് വരുന്നത്. ചുറ്റും ഉം. കടലാണല്ലോ, അതാണ് പ്രോബ്ലം. പക്ഷെ ഉം. മാൽദ്വീപിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പം എന്താ പറഞ്ഞാൽ, ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ വെച്ചിട്ടാണ് മൊയ്സു പവറിൽ വന്നത്. അപ്പൊ ഉം. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉം. മൊയ്സു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉം. അദ്ദേഹം പറയുന്ന, എനിക്ക് ഇന്ത്യ ആയിട്ടൊരു എന്താ പറയുക, ഒരു എനിമിറ്റി ഇല്ല, എനിക്ക് ഇന്ത്യ ആയിട്ടൊരു കുഴപ്പമില്ല, നമുക്ക് അയ്യോ. ഇന്ത്യയും ആ. വേണം, ചൈനയും വേണം, എല്ലാവരും വേണം. അപ്പോൾ ഈ ചൈനയുടെ കൂടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു, ഒരു ഫ്രീ ടാരിഫ് അഗ്രിമെന്റ്.
എന്നാൽ ഉം, ചൈനയുടെ പ്രോഡക്റ്റ് 0% ഡ്യൂട്ടിയിൽ മാലദ്വീപിൽ ഇറക്കാം. അതേസമയം ചൈന ഇവരുടെ പ്രോഡക്ട്സ്, മാലദ്വീപിൽ പിന്നെ ഒന്നുമില്ല, ആദ്യം വിൽക്കാനുള്ളത് മീനും പരിപാടികളൊക്കെ അവരുടെ മെയിൻ എക്സ്പോർട്സ്. ഉം. അത് അതെ. ചൈനയ്ക്ക് വിറ്റ് അവർക്കും 0% ഡ്യൂട്ടിയിൽ അവിടെ കൊണ്ടേ വിൽക്കാം. പക്ഷെ അത് ഉം, മാലദ്വീപിന് പറ്റില്ല, അവരുടെ അടുത്ത് കപ്പൽ മുൽക്കില്ല അങ്ങോട്ട് കൊണ്ടത്തയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉം, ചൈനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ആ ഒരു FTA ഇപ്പോൾ അഗ്രിമെന്റ് റിന്യൂവലിന് വരുന്നുണ്ട്. ഉം, അത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ചെയ്യും, പക്ഷെ ടേംസ് ആൻഡ് കണ്ടീഷൻ മാൾഡീവ്സിന്റെ ആയിരിക്കും. അത് നമ്മൾ കണ്ടറിയണം. ബിക്കോസ് ഉം. ഈ ഔട്ട് ഇന്ത്യ ക്യാമ്പയിനിൽ നമുക്കറിയാം അവിടുത്തെ 2 മന്ത്രിമാർ കയറി നരേന്ദ്രമോദി തെറിവിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഒരു 2-3 മാസം മുമ്പ് അവരെ ഡിസ്മിസ് ചെയ്തു സസ്പെൻഡ്. ക്യാബിനറ്റ്. അതെ, അതെ, യൂഷ്വലി മാൾഡീവ്സും ശ്രീലങ്കയും നേപ്പാളും ഭൂട്ടാനും ഇവിടെയൊക്കെ ആദ്യത്തെ ഗവൺമെന്റ് വരുമ്പോൾ, ഈവൻ ബംഗ്ലാദേശ്, ആദ്യം വരുന്ന രാജ്യം ഇന്ത്യയാണ്. അവർ ആദ്യം ഫസ്റ്റ് ഫോറിൻ വിസിറ്റ് അവർ ഇന്ത്യയിലേക്ക്. അതാണ് ഷെയ്ഖ് ഹസീന ആദ്യത്തെ വിസിറ്റിൽ ഇന്ത്യയിലേക്ക് എത്തിയത്. അവർ വേറെ അതെ. എവിടെയും പോയില്ല. അതേമാതിരി ശ്രീലങ്കയിലും എനിക്കറിഞ്ഞൂടെ അപ്പോഴത്തെ അവിടുത്തെ പ്രധാനമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. ഉം, ഇനി ചിലപ്പോൾ അവരും ചൈനയ്ക്ക് പോകും ചിലപ്പോൾ ആദ്യം. പക്ഷെ മൊയ്സു ആദ്യം പോയത് ടർക്കിയിലേക്കും ചൈനയിലേക്കുമാണ്. ആദ്യം ടർക്കി പോയി, അവിടെ നിന്ന് ചൈനയിൽ പോയി. അപ്പോൾ ഒരു അലൈൻമെന്റ് മനസ്സിലായി. ഒരു സൈഡിൽ കമ്മ്യൂണിസ്റ്റുകാർ, പിന്നെ ഒരു സൈഡിൽ ഒരു അടുത്ത കാലിഫേറ്റ് എന്ന് പറഞ്ഞ തുർക്കിയാണ്. അതെ, പക്ഷെ ഇസ്ലാമിസ്റ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് മൊയ്സുവിന് മനസ്സിലായത് ഈ പറഞ്ഞു പറയാനൊക്കെ നല്ല കാര്യമാണ് ചൈന, ടർക്കി, പക്ഷെ കാശ് കിട്ടണമെങ്കിൽ അത് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കിട്ടും. ഇന്ത്യ ഉം, ശ്രീലങ്ക എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെന്നുള്ളതിൻ്റെ ഒരു ലെസൺ മൊയ്സുവിന് അറിയാം. ശ്രീലങ്ക ഉം, ഇതേമാതിരി ഡീഫോൾട്ട് സ്റ്റേറ്റ് കിടക്കുമ്പോഴാണ് ഇന്ത്യ കയറി ഹെൽപ്പ് ചെയ്തിട്ട് ശ്രീലങ്ക ഇപ്പോഴും പുറത്ത് കിടന്നിട്ടില്ല, എന്നാലും കുഴപ്പമില്ല അപ്പോൾ ശ്രീലങ്കയുടെ കണ്ടീഷൻ. ഉം, ഉം, പക്ഷെ മാൾഡീവ്സിന് അങ്ങനെയല്ല. മാൾഡീവ്സിന്റെ എക്കോണമി മൊത്തം ഓൾമോസ്റ്റ് എൻറ്റയർ എക്കോണമി ഒരു 80% ടൂറിസമാണ്. ഈ ടൂറിസം ആണ് മാൾഡീവ്സിന് വേണ്ടത്. അത് കാരണമാണ് ഇന്നത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മൊയ്സിൻ്റെ. ഇന്ത്യൻ ടൂറിസ്റ്റ് പ്ലീസ് നിങ്ങൾ മാൾഡീവ്സിലേക്ക് വരൂ, നിങ്ങൾ ഉം. ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ഗസ്റ്റാണ് നിങ്ങളൊക്കെ വരണം മാൾഡീവ്. അപ്പോൾ ആലോചിച്ചൊക്കെ, ഇതേ അദ്ദേഹം ഒരു ഒരു കൊല്ലം മുമ്പ് ഇന്ത്യ ഔട്ട് നിന്ന് ടീഷർട്ടൊക്കെ ഇട്ട് നടന്ന ആളായിരുന്നു. അത് നമുക്ക് അതെ. എല്ലാവർക്കും അറിയാം. ഈ കളി കളിപ്പിച്ചത് ആരാണെന്ന്. ചൈനക്കാരെ ചെയ്തത്. ടീഷർട്ട് കളറും ചുവപ്പായിരുന്നു, വേ ഉം, വേറെ കളറായിരുന്നു, ചുവപ്പ് കളറായിരുന്നു. അപ്പൊ തന്നെ നമുക്കറിയാം ആരുടെ സ്പോൺസർ ചെയ്ത ടീഷർട്ടാണ്. ചിലപ്പോൾ ചൈനയിലായിരിക്കും പ്രിന്റ് ചെയ്തത്. അപ്പൊ ഈ ടീഷർട്ടുകൾ ഇട്ടിട്ടാണ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയത്. അപ്പൊ അതിലുണ്ട് അവിടെ നമ്മുടെ ഒരു ഡോർണിയറും 2 ഹെലികോപ്റ്ററും കിടപ്പുണ്ട് മാൾഡീവിൽ. നമ്മൾ പറഞ്ഞത് എന്താണ്, അതൊരു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടിയിട്ട്. അവിടെ ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ, ഒരു ബേസിക് ഹെൽത്ത് കെയർ. അടുത്ത അതെ. എയർപോർട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ ഡോണിയർ വേണ്ട വരും. ഉം, അത് പറപ്പിക്കണമെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിന്റെ ആൾക്കാർ വേണം. അത് നേവിയുടെ ആൾക്കാരാവും, ആർമിയുടെ ആൾക്കാരാവും. അപ്പൊ ഇവിടെ മൊയ്സുവിന്റെ സംശയം, ചൈന പറഞ്ഞു അയ്യോ അവരവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ചെക്ക് ചെയ്തിട്ടിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവരിങ്ങനെ ആ ഇന്ത്യൻ ഓഷനിൽ കൂടെ ഏത് കപ്പൽ എങ്ങോട്ട് പോകണമെന്ന് ട്രാക്ക് ഉം, ചെയ്തിട്ടിരിക്കും. ഉം, അതാണ് അവരുടെ പണി. അവരവിടെ ഇത് പിടിച്ച് മാറ്റുന്നു. ഇന്ത്യ പറഞ്ഞു ശരി മാറ്റാം, കുഴപ്പമില്ല. അപ്പൊ മാർച്ചിലാണ് നമ്മൾ ഇത് മാറ്റിയത്. മെയിലാണ് ഫൈനലി നടന്നത്. ഉം. നമ്മൾ എന്ത് ചെയ്തു, സിവിലിയൻസിനെ മാറ്റി, സിവിലിയൻസിനെ കൊണ്ടുവച്ചു. ഈ സിവിലിയൻസിനെ നമുക്കറിയാലോ, ഇവര് സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ പോയി പറപ്പിക്കാൻ പറ്റില്ല, അവർക്കും ട്രെയിനിങ് വേണം. അപ്പൊ നാച്ചുറലി അവര് അതെ. ആർമിയുടെ, എയർഫോഴ്സിന്റെ, നേവിയുടെ വേറെ ഏതെങ്കിലും വിങ്ങിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും, സിവിലിയൻസ് ആയിരിക്കും. പക്ഷെ ഉം, അത് യൂണിഫോം ഒന്നും ഇടില്ല, അവർ മറ്റേ വെറും പ്ലെയിൻ ക്ലോത്ത്സിലെ പറപ്പിക്കുന്നു എയർക്രാഫ്റ്റ്. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഈ മൊയ്സു ഇന്ത്യയിലെത്താൻ കാരണം കടമെടുത്ത് മുടിഞ്ഞ ഒരു ദേശമാണ്. ശ്രീലങ്കയുടെ മാതിരി തന്നെയാണ് മാൾഡീവ്സ്. ഇപ്പോൾ ബംഗ്ലാദേശും അതേ കണ്ടീഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബംഗ്ലാദേശിന് അറ്റ്ലീസ്റ്റ് US ഹെൽപ്പ് ചെയ്യും, ബിക്കോസ് അവരുടെ സർക്കാരാണല്ലോ അവിടെ നടക്കുന്നത്. പക്ഷെ മാലദ്വീപിൽ എന്തിനു ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അവരൊരു ഇസ്ലാമിക് ബോണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അതൊരു വേറൊരു പരിപാടിയാണ്. ഈ ഇസ്ലാമിക് നേഷൻസ് എല്ലാം കൂടി പാവപ്പെട്ട ദേശം, ഇപ്പോൾ ബ്രൂണൈമാരുണ്ട്, അതൊക്കെ നല്ല കാശുള്ള റിച്ച് നേഷനാണ്. അതേമാതിരി സൗദി അറേബ്യ, അതുമാതിരി നമ്മൾ UAE എന്ന് പറയും. UAE ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല, പക്ഷെ അതൊരു ട്രേഡിംഗ് പോസ്റ്റാണ്, ഒരു ട്രേഡിംഗ് നടത്തുന്ന സ്ഥലമാണ്. അതേമാതിരി ഖത്താറുണ്ട്, യമൻ ഉണ്ട്. യമനിൽ പിന്നെ അധികം കാശൊന്നുമില്ല, ഒമാൻ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കൂടി ബോണ്ട്സ് ഫ്ലോട്ട് ചെയ്തപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്തത് മാൾഡീവ്സ് ആയിരുന്നു. ആ കാശാണൊക്കെ തിരിച്ചടയ്ക്കേണ്ടത്. തിരിച്ചടക്കില്ലെങ്കിൽ ചിലപ്പോൾ അവർ വേണ്ടാന്ന് വെച്ച് എഴുതി തള്ളുക കണക്ക്. അതും ഉണ്ടാവാൻ വഴിയുണ്ട്. അതാണ് മൊയ്സു എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് മൊത്തം $3.2 ബില്യൺ ഇന്ത്യയോട് ചോദിക്കാണ്ടിരിക്കാൻ കാരണം. ഉം, ഉം. ചിലപ്പോൾ അതിന്റെ പകുതി കാശ് ഇവരെ എഴുതി തള്ളും. പോട്ടെ പാവങ്ങൾ കാശൊന്നും ഇല്ലോ എന്നിട്ട് സൗദി അറേബ്യ മറ്റവരും കൂടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് തിരിച്ചടക്കേണ്ടി വരും. അതെന്തായാലും ഓക്കെ. ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇന്നത്തെ ചർച്ചകൾ നമുക്ക് ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. പ്രസ് കോൺഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഉം, മോസ്റ്റ്ലി മൊയ്സു ആൻഡ് മോദി.
അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്. അപ്പം നമുക്ക് പോസിബിളി നാളത്തെ ഡിബേറ്റിൽ ഈ പോയിന്റ് എടുക്കാം. എന്താണ് ഡിസ്കസ് ചെയ്തത്, എന്താണ് അഗ്രിമെന്റ് സൈൻ ചെയ്തത്, അതിനി അടുത്തൊരു 5-10 കൊല്ലത്തേക്ക് എങ്ങനെയാണ് മാൾഡീവ്സും ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കും. താല്പര്യം. എന്തായിരുന്നാലും മാലിദ്വീപ്സ് മാലദ്വീപ് കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് മനസ്സിലായി. ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ മാലദ്വീപ്സ് ഒരു എതിരാളി പോലും അല്ല. എങ്കിലും മാലദ്വീപ്സ് ഇന്ത്യ എല്ലാ രാജ്യങ്ങളെയും സഹായിക്കുന്നുണ്ട്. ഇപ്പോ ബംഗ്ലാദേശിനെ സഹായിക്കും. നാളെ ഇപ്പൊ പാകിസ്ഥാൻ വന്ന് കൈ നീട്ടിയാൽ ചിലപ്പോൾ പാകിസ്ഥാനെ സഹായിക്കും. അത് ഇന്ത്യയുടെ മുമ്പിൽ ഉള്ള നിബന്ധന എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ഒരു നിർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചുറ്റുമുള്ള അയൽക്കാരെന്ന് പറയുന്നത് വെറും ഒരു കാശിനും കൊള്ളില്ലാത്ത ആൾക്കാരായി പോയി എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇവന്മാര് പിരിഞ്ഞു പോകുമ്പോ ഞങ്ങളിപ്പോ ഇത് മലത്തിക്കളയോ എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം പൊളിഞ്ഞ് പാളീസായി. പാകിസ്ഥാനൊക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി. ബംഗ്ലാദേശും അതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു. നേപ്പാൾ പിന്നെ പണ്ടേ ഒരു ഗതിയും പരഗതിയില്ല. ശ്രീലങ്കയാണെങ്കിൽ അതും നമ്മുടെയൊക്കെ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു സമയത്ത്. ശ്രീലങ്കയാണെങ്കിൽ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെ അധികാരത്തിലേറി ഒരു രക്ഷയില്ല. അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. അവിടെയാണെങ്കിൽ താലിബാൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരൊന്നും വന്ന് കൈ നീട്ടി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ല. കാരണം അത് നമ്മുടെ ഒരു ജിയോ പൊളിറ്റിക്സിന്റെ കൂടെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും. ഇപ്പൊ താലിബാനും ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറിയപ്പോ പല ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. താലിബാനുമായിട്ട് ഇനി അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ഒരു ടൈപ്പ് കാണുന്നില്ലോ എന്ന് പല ആൾക്കാരും പറയും. കാരണം അവിടെ ഭീകരവാദികളാണ് ഭരിക്കുന്നത്. പക്ഷെ നമ്മൾ അവന്മാർക്ക് തിന്നാനുള്ള എണ്ണയും പിണ്ണാക്കും അടക്കം അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവന്മാർക്ക് വിശന്ന് വലയുമ്പോ ഇന്ത്യയോടാണ് അവന്മാർ കൈ നീട്ടുന്നത്. കാരണം അത് കൊടുക്കേണ്ട ഒരു ഗതികേട് ഇന്ത്യക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അവർക്കത് കൊടുക്കും, അവരെ കോൺകർ ചെയ്യും, ആ നാട് അവർ കീഴ്പ്പെടുത്തും, ഇന്ത്യക്കെതിരെ അവർ തിരിയും. ഇപ്പൊ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം 2 ചൈനീസ് എഞ്ചിനീയർമാർ സ്ഫോടനത്തിൽ മരിച്ചു. ആ സ്ഫോടനത്തിൽ മരിച്ചപ്പോ ചൈന പറഞ്ഞിരിക്കുന്നത്, ചൈന അവിടെ റോഡും വീടൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബലൂചിസ്ഥാനിലും അവിടെ ഇവിടെയൊക്കെ. അപ്പോ അവിടെ ചൈന അത് പണിതുകൊണ്ടിരിക്കുമ്പോ ഈ ചൈനീസ് ആൾക്കാർക്ക് കഴിക്കാനായിട്ട് പന്നിയുടെ ഭക്ഷണം വേണം, പന്നി വേണം കഴിക്കാനായിട്ട്. അപ്പൊ പാകിസ്ഥാൻ പന്നി അലോഡല്ലല്ലോ. അവർക്ക് കഴിക്കാൻ വേണ്ടി മാത്രം പന്നി അവിടെ തുറക്കേണ്ട ഒരു ഗതികേട് പാകിസ്ഥാൻ ഉണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിൽ 2 ചൈനീസ് എഞ്ചിനീയർമാർ മരിച്ചു. ഇപ്പൊ ചൈന പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പട്ടാളക്കാരെ അവിടെ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി എല്ലാം പൂർത്തിയായി. ഇനി യവന്മാരുടെ പട്ടാളക്കാർ ചൈനയിൽ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ എത്ര കൊല്ലം എടുക്കുമെന്ന് കണ്ടറിയണം. ആദ്യം പട്ടാളക്കാരെ ഇറക്കും, പിന്നെ ടാങ്ക് കൊണ്ടിടും, പിന്നെ ഹെലികോപ്റ്റർ വരും, അങ്ങനെ പിന്നെ നൈസായിട്ടൊരു സൈനിക വ്യോമത്താവളം ഉണ്ടാക്കും. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഇവന്മാരൊക്കെ വന്ന് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തില്ല എന്ന് പറഞ്ഞ് കൈ നീട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാതെ ഇന്ത്യക്ക് വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശ്രീലങ്കയൊക്കെ ശ്രീലങ്ക ഒരു ഉദാഹരണമാണ്. ശ്രീലങ്കയൊക്കെ ഇന്ത്യ അങ്ങനെയാണല്ലോ അല്ലേ സാർ മെരുക്കി വെച്ചിരിക്കുന്നത്. കാരണം അമ്പന്തോട്ട തുറമുഖം അവിടെ എടുത്തപ്പോ ശ്രീലങ്കയിൽ ചൈന ഡെപ്ട്രാപ്പി കൊണ്ടുവിട്ടപ്പോ ഇന്ത്യയാണ് കൈപിടിച്ചുയർത്തിയത്. ഇന്ത്യ നരേന്ദ്രമോദിയും പലരുമാണ് കൈപിടിച്ചുയർത്തിയതിനു ശേഷം ഇന്ത്യ പറയുന്ന പല കാര്യങ്ങളും ശ്രീലങ്ക ഇപ്പൊ കേൾക്കുന്നുണ്ട്. പക്ഷെ തുറമുഖത്തിന്റെ ഒരു കാര്യത്തില് ചൈനയ്ക്ക് അത് കൊടുത്തുപോയി. അതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് ചൈനയോട് അറുത്തു മുറിച്ച് പറയാൻ പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ ചാരക്കപ്പൽ കൊണ്ട് വരരുത് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അവരത് അനുസരിക്കത്തുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഇപ്പുറത്ത് ലക്ഷദ്വീപും അപ്പുറത്ത് ആൻഡമാൻ നിക്കോബാറും മാൽദീവ്സിനെയൊക്കെ ഇന്ത്യക്ക് മെരുക്കിയെടുത്ത് നമുക്ക് അവിടെ ഒരു നേവൽ ബേസ് എടുക്കുക മാത്രമേ ഉള്ളൂ നിർവാഹം. അതുകൊണ്ട് ഇവരൊക്കെ ചോദിച്ചാൽ കൊടുക്കണം, കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് മനസ്സുണ്ടായിട്ടൊന്നും അല്ല കൊടുക്കുന്നത്. ഇവന്മാരെല്ലാം നാളെ തിരിച്ചു കടിക്കുമെന്ന് അറിയുകയും ചെയ്യാം. പക്ഷെ അത് കൊടുക്കുമ്പോൾ ഇന്ത്യ ഇതുപോലുള്ള നിബന്ധനകൾ വരും. ഇത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പൊ ചൈന ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ആ സംഭവം ഞങ്ങൾക്ക് വേണം, നിങ്ങളുടെ ഈ സംഭവം ഞങ്ങൾക്ക് വേണം. ഇപ്പോ തന്നെ ഇവര് അദാനിയെ പറഞ്ഞ് കെനിയയിലോട്ട് വിട്ടിട്ടുണ്ടല്ലോ, അവിടെ ഒരു വിമാനത്താവളം എടുക്കാനായിട്ട്. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ നെയ്റോബിയിൽ ഒരു ഇത് കിടപ്പുണ്ട്, ഒരു തുറമുഖം ചൈനയുടെ. അതിന്റെ തൊട്ട് പിറകിലാണ് അദാനിയുടെ വിമാനത്താവളം കിടക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചുമ്മാ പ്ലെയിനൊക്കെ പറത്തി കളിക്കാൻ എന്നാണ്. പക്ഷെ എപ്പോ ചൈന നെയ്റോബിയിൽ ആ തുറമുഖത്ത് നിന്ന് പടക്കപ്പൽ ഇറങ്ങുന്നു, അപ്പൊ നമ്മുടെ റഫേൽ അതിന്റെ മുകളിൽ നിന്ന് പറത്തിയിരിക്കും, അതിനെ അടിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. എന്തായാലും ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.